Today we are going to begin another book, that is Principles of Microeconomics, second part. കഴിഞ്ഞ 8 ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഒന്നാം ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നിപ്പോൾ നമ്മൾ രണ്ടാം ഭാഗത്തിലേക്ക് പോവുകയാണ്. അതായത് ആദ്യത്തെ ഭാഗം എന്ന് ഡിമാൻഡ്, സപ്ലൈ, കോസ്റ്റ് കർവ്സ്, ഇതുപോലത്തെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വേറൊരു പുതിയ ഒരു മോഡലിലേക്കാണ്. ലാസ്റ്റ് ക്ലാസ്, 8ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കോസ്റ്റ് കർവ്സ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രധാനമായിട്ട് 4 മാർക്കറ്റ് സിറ്റുവേഷനെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആസ് എ ടൈറ്റിൽ ഇറ്റ് സെൽഫ്, ആദ്യത്തെ സെന്റൻസ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, അതായത് ബയേഴ്സും സെല്ലേഴ്സും, വിൽപ്പനക്കാരും ഉപഭോക്താക്കളും തമ്മിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്രൈസ് നമ്മൾ സെറ്റിൽ ചെയ്യുകയാണ്. 1 കിലോ ആപ്പിളിന് എത്ര രൂപയാണ്, ഇത്ര രൂപയാണ്. ഉപഭോക്താവ് സാറ്റിസ്ഫൈഡ് ആണ്, അദ്ദേഹം പറയാണ് എനിക്ക് 1 കിലോ ആപ്പിൾ ഇതാ. അപ്പൊ ഇതൊരു അറേഞ്ച്മെന്റ് ആണ്. ഈ അറേഞ്ച്മെന്റിന് 2 വ്യക്തികളാണ്, 2 ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ഒന്ന് സെല്ലേഴ്സ്, വിൽപ്പനക്കാര്, രണ്ടാമത്തേത് ഉപഭോക്താക്കൾ. മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളിപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ പോയി എവിടെ പോകണം, ഞാൻ മാർക്കറ്റിൽ പോകണതല്ല. മാർക്കറ്റ് ഫോർ എ പ്രൊഡക്റ്റ് ആണ്. ലെറ്റ് us take any commodity. That means it may be whole region where buyers and sellers of that product are spread. ഏതെങ്കിലും ഡാബറിന്റെ ഒരു ഉൽപ്പന്നം ലോകമാസകലം ചിലപ്പോൾ അതിന് മേടിക്കുന്ന ആളുകളുണ്ടാവും. ലോകത്ത് പല രാജ്യങ്ങളിലും ചിലപ്പോൾ അത് വിൽപ്പനക്കാരുണ്ടാവും. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഒരു പ്രൊഡക്റ്റിന് ലോകത്തിലെല്ലാം തന്നെ വിൽപ്പനക്കാരുണ്ടാകാം, ലോകത്തിലെല്ലാം തന്നെ മേടിക്കുന്ന ആളുകളുണ്ടാകാം. അപ്പൊ ഓരോന്നിൻ്റെയും സ്വഭാവവിശേഷതയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ, ഇതൊരു ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ ആണ്. ആദ്യത്തത് നമ്മൾ പറയും മാർക്കറ്റ് നമുക്ക് വേണമെങ്കിൽ 4 പ്രധാനമായിട്ട് തരംതിരിക്കാം. ഒന്ന് സാധാരണക്കാരന പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയും. രണ്ടാമത്തേത് മൊണോപ്പൊളി. മോണോ മീൻസ് 1, പൊളി മീൻസ് കൺട്രോൾ ഓർ ട്രേഡർ, ഏകയാൻ. രണ്ടാമത്തേത് ഒളിഗോപ്പൊളി ആൻഡ് monopolistic competition. ഒളിഗോപ്പൊളി മീൻസ് മാർക്കറ്റ് ബൈ എ ഫ്യൂ, കുറച്ച് പേര്, ധാരാളം ആളുകളില്ല, കുറച്ച് പേര്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന് അതേപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ഉണ്ടാവും, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടാവും. പക്ഷെ ഒരു പ്രത്യേകത ഉള്ളത്, ഓരോരുത്തരും വിൽക്കുന്ന വസ്തു എന്തും ആയിക്കോട്ടെ അതിന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. ഒന്നിലെ കളറിലോ, അല്ലെങ്കിൽ പാക്കിങ്ങിലോ, അല്ലെങ്കിൽ ടേസ്റ്റിലോ, അല്ലെങ്കിൽ സൈസിലോ എന്തെങ്കിലുമായിട്ട് വ്യത്യാസമുണ്ട്. ഉദാഹരണമായിട്ട് പറയാം, ഐസ്ക്രീം. കുട്ടികളുടെ അടുത്ത് ചോദിക്കും ഏത് ഐസ്ക്രീം വേണോ, ബോൾ ഐസ്ക്രീം വേണോ, രണ്ടും ഒന്ന് തന്നെയാണ്, ഷേപ്പിൽ മാത്രം കുറച്ച് വ്യത്യാസം മതി. ഓറഞ്ച് വേണോ, ഗ്രേപ്സ് വേണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളർ വേണോ ചോദിക്കും, അല്ലെങ്കിൽ പൈനാപ്പിൾ വേണോ. ജസ്റ്റ് ആഡിങ് എ കളർ, എ ഡിഫറെന്റ് ടേസ്റ്റ് തന്നെ അതിനകത്ത് വരികയാണ്. അപ്പോൾ മാർക്കറ്റിനെ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, മൊണോപ്പൊളി, പിന്നെ ദുവോപ്പൊളി. ദുവോ മീൻസ് ഡ്യുവറ്റ്, നിങ്ങൾക്കറിയാമല്ലോ, 2 പേര് മാത്രം ഉള്ള ഒരു വിപണിയെ നമ്മൾ പറയുന്നത് ദുവോപ്പൊളി. ഒളിഗോപ്പൊളി മീൻസ് ഓരോന്നിനെ കുറിച്ച് പ്രധാനമായിട്ടും നമ്മൾ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, മൊണോപ്പൊളി, ഒളിഗോപ്പൊളി ആൻഡ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. നമുക്ക് ഇങ്ങനെ 4 ചാപ്റ്റേഴ്സാണ് നമുക്കിതിന് ഈ മാർക്കറ്റ് സ്ട്രക്ചറിൽ പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താ നമ്മൾ പറഞ്ഞു. ദർ ആർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ഡീലിംഗ് ഇൻ ഐഡന്റിക്കൽ കമോഡിറ്റി. എത്ര
ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. എത്ര ആളുകൾ വിൽക്കാനുണ്ടെങ്കിലും അവരെല്ലാവരും വിൽക്കുന്നത് ഒരേ ടൈപ്പിലുള്ള കമ്മോഡിറ്റിയാണ്, ഹോമോജീനിയസ് കമ്മോഡിറ്റീസ്. ഇപ്പൊ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ആളുകൾ വിൽക്കാനുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ മേടിക്കാനുമുണ്ട്. മനസ്സിലായോ? ഒരാൾ വിചാരിച്ചാൽ വിപണിയിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കും. ഒരാൾ മേടിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിപണി പിറ്റേ ദിവസം അടച്ചൊന്നും പൂട്ടാൻ പോകില്ല. ഒരാൾ വിറ്റില്ലെന്ന് വിചാരിച്ചുകൊണ്ട് വിപണിയിൽ കാര്യമായിട്ട് ഒരു ചലനവും ഉണ്ടാവില്ല. ഇതാണ് ഇൻഡസ്ട്രീസ് ഫ്രാഗ്മെന്റഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ഉണ്ട്, സെല്ലേഴ്സ് ഉണ്ട്. അതാണ് ഫ്രാഗ്മെന്റഡ് എന്ന് പറയുന്നത്. ഇനി ഓരോരുത്തരും വിൽക്കുന്ന സാധനം അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഹോമോജീനിയസ് ആണ്, ഒരേപോലത്തെയാണ്. Therefore, there will be no difference from the product of A from the product of B. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്താണ് പറഞ്ഞത്, there is this results in price competition എന്നുള്ളത്. ഇനി ലോകത്തിൽ വിപണിയിൽ ഈ ഉൽപ്പന്നങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അതിന്റെ ക്വാളിറ്റി എന്താണ്, അതിന്റെ വില എന്താണ്, അതിനെക്കുറിച്ച് രണ്ടുപേർക്കും, കമ്പനികൾക്കും അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾക്കും കൺസ്യൂമേഴ്സിനും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ആരെയും പെട്ടെന്ന് കബളിപ്പിക്കാൻ പറ്റൂല. പെർഫെക്റ്റ് നോളജ് ഓഫ് വാട്ട് ഓൾ തിങ്സ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഒരു വിപണിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട്, അതിന്റെ വില എന്താണ്, ഇതിനെക്കുറിച്ച് ആളുകൾക്ക് ബോധവാന്മാരാണ്, കൺസ്യൂമേഴ്സ് ബോധവാന്മാരാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഈക്വൽ ആക്സസ് ടു റിസോഴ്സസ്. ഒരാൾക്ക് മാത്രം മൊണോപ്പൊളി ഒന്നുമില്ല, കുത്തകയൊന്നുമില്ല. ഏതെല്ലാം വിഭവങ്ങൾ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അതേപോലെ തന്നെ പിന്നെ ഓർഗനൈസേഷൻ, ഏതെല്ലാം വിഭവങ്ങൾ ഉണ്ടോ അതെല്ലാവർക്കും ഈക്വൽ ആയിട്ട് ആക്സസ് ആണ്. ആവശ്യമുള്ളവർക്ക് മേടിക്കാം, ആവശ്യമില്ലാത്തവർക്ക് മേടിക്കണ്ട. ആരെയും നിർബന്ധിച്ച് മേടിപ്പിക്കുന്നില്ല. പിന്നെ അടുത്തതാണ് there are no barriers to entry. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം. ലാഭമാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ആരെങ്കിലും ഒരാൾ പലചരക്ക് കട ഇട്ടിരിക്കണേണ്, 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെ നല്ല ചെലവാണ്, എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞ ഇതേപോലെ ഇട്ടുകൂടാ. ആർക്ക് വേണമെങ്കിലും ഈ മേഖലയിൽ പ്രവേശിക്കാം. നഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് വിട്ടുപോവുകയും ചെയ്യും. അതുകൊണ്ടാണ് there are no barriers to entry എന്ന് പറയുന്നത്. അപ്പോ ഈ ഇത്രയും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്നത് പ്യുവർ കോമ്പറ്റീഷൻസ് ആണ് ഉള്ളത്. ഇത്രയും കണ്ടീഷൻ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇൻഡസ്ട്രീസ് ഫ്രാഗ്മെന്റഡ്, ഹോമോജീനിയസ് പ്രൊഡക്റ്റ്, പെർഫെക്റ്റ് നോളജ്, ദെൻ ഈക്വൽ ആക്സസ്, ദർ ആർ നോ ബാരിയേഴ്സ് ടു എൻട്രി. അപ്പോൾ ഈ 5 ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് പ്യുവർ കോമ്പറ്റീഷൻ എന്ന് പറയും. ഇനി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആകണമെങ്കിൽ 2 എണ്ണം കൂടി നമ്മൾ 2 സ്വഭാവവിശേഷതകളും കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടണം. അതാണ് പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബിറ്റ്വീൻ ഇൻഡസ്ട്രീസ്. പെർഫെക്റ്റ് മൊബിലിറ്റി. ഒരു തൊഴിലാളിക്ക് എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാം. ലേബേഴ്സ് ആർ ഫ്രീ ടു അക്സെപ്റ്റ് ഓർ ടേക്ക് അപ്പ് എനി ജോബ് ഫോർ ബെറ്റർ പ്രോസ്പെക്ട്. ലാഭം കിട്ടുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ശമ്പളം കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനത്തിന് മറ്റൊരു സ്ഥാപനത്തേക്ക് പോകാം. നമ്മളിവിടെ ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്ന കൂലി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിദേശ രാജ്യത്ത് പോകാം. പെർഫെക്റ്റ് മൊബിലിറ്റി, ആരെയും തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഇനി എപ്പോഴും ആളുകൾ അങ്ങോട്ട് പിന്നെ അർഹതയില്ലാത്ത ആളുകൾ ദൂരെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനും അല്ലെങ്കിൽ മറ്റു രാജ്യത്തിൽ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ്, അതാത് ഗവൺമെന്റുകൾ ചില റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. പാസ്പോർട്ട് വേണം, വിസ വേണം. നമുക്ക് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ജമ്മു ആൻഡ് കാശ്മീർ വരെ ഒരു പാസ്പോർട്ടും വേണ്ട, ഒരു വിസയും വേണ്ട. പക്ഷെ മറ്റു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വിസ എടുക്കണം, അതുപോലെ തന്നെ പാസ്പോർട്ട് എടുക്കണം. ദെൻ നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇൻവോൾവ് ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഇതെല്ലാം ഇതിനകത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ പെട്ടതാണ്. ചില സാധനങ്ങൾ ചില കടയിൽ ഇപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കൂലിയും കൊടുക്കണ്ട, ഈ സാധനം നിങ്ങളുടെ വീട്ടിലെത്തിക്കും ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പൊ നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പൊ ഈ 5ഉം പിന്നെ ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് മാർക്കറ്റിനെ പറയുന്നത് എന്താണ്? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ആദ്യത്തെ 5 കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പറയുന്നത് പ്യുവർ കോമ്പറ്റീഷൻ. രണ്ടാമത്തെ 2 പിന്നെ സ്വഭാവവിശേഷങ്ങളോട് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറഞ്ഞത് എന്താണ്? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഇനി the
there are three characteristics these characteristics have three implications. ഏതൊക്കെയാണ്? ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്, മാർക്കറ്റ് ഈസ് ഫ്രാഗ്മെന്റഡ്. ഇനി പറയേണ്ട ആവശ്യമില്ല. ധാരാളം വിൽപ്പനക്കാരും ധാരാളം മേടിക്കുന്ന ആളുകളുണ്ട്. അത് കാരണം ഒരാളുടെ തീരുമാനം യാതൊരു കാരണവശാലും ഇവരെ ബാധിക്കില്ല, വിപണിയെ ബാധിക്കില്ല. ഒരാൾ മേടിച്ചില്ലെന്ന് വെച്ചോ, ഒരാൾ കൂടുതൽ ഒരാൾ വിറ്റില്ലെന്ന് വെച്ചോ കാര്യമായിട്ടുള്ള വിപണി ഉണ്ടാവില്ല. ഇത് നമ്മൾ സാധാരണ പറയാം. നേരെ മറിച്ച് ഒരാൾ മേടിച്ചില്ലെന്ന് വെച്ചാൽ ഒരു രാജ്യം, ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നതാണ്, മനസ്സിലായോ? ലോകരാജ്യങ്ങൾ ഉക്രൈൻ്റെ അല്ലെങ്കിൽ റഷ്യൻ്റെ ഉൽപ്പന്നങ്ങളോട് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇച്ചിരി പ്രയാസം വരും. ഒരാൾ മേടിച്ചില്ലെന്ന് വെച്ചോ, മനസ്സിലായോ, രണ്ടുപേര് മേടിച്ചില്ലെന്ന് വെച്ചോ കാര്യമായിട്ട് ചലനം ഉണ്ടാവില്ല. ഒരാൾ ഉൽപ്പാദിപ്പിച്ചില്ലെന്ന് വെച്ചോ അല്ലെ കുറച്ച് പേര് ഉൽപ്പാദിപ്പിച്ചില്ലെന്ന് വെച്ചോ യാതൊരു വിധത്തിലുള്ള ചലനവും ഉണ്ടാകുകയില്ല. അപ്പൊ എന്താണ്? മാർക്കറ്റ് ഈസ് ഫ്രാഗ്മെന്റഡ്. A firm takes the market price of the products given when the output decision. ഇനി ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, ഞാൻ ഇനി എപ്പോഴും പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് പറയുന്ന സമയങ്ങളുണ്ട്. ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയാം. ചുരുക്കത്തിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതിന്റെ അർത്ഥം പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് അല്ലെ PCM എന്ന് പറയാം. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം, മനസ്സിലായോ, ധാരാളം ഞാൻ പറഞ്ഞ വിൽപ്പനക്കാരും മേടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആർക്കും വില നിശ്ചയിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. ഒരു കമ്പനിക്കും വില നിശ്ചയിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പോ നിലവിലുള്ള ഫോർ എക്സാമ്പിൾ എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, ടൂത്ത് പേസ്റ്റ്, ലക്സ് സോപ്പ്, ആ ലക്സ് സോപ്പിന് ഒരു വിപണിയുണ്ട്, ആ വിപണിക്ക് ഒരു വിലയുണ്ട്. അപ്പോ സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന, ടൂത്ത് പേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കുറെ സാധനങ്ങൾ ഇവിടെ നിലവിലുണ്ട്. ഹോമോജീനിയസ് ആയിട്ട് സാധനങ്ങൾ നിലവിലുണ്ട്. അപ്പൊ അതിന്റെ പ്രൈസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പ്രൈസ് ഈസ് ഓൾറെഡി ഗിവൺ. ഇനി നിലവിലുള്ള വിലയിൽ 1 കിലോ ആപ്പിളിന് 100 രൂപയാണ്. ആ നിലവിലുള്ള വിലയിൽ നമുക്ക് എന്തുമാത്രം നമുക്ക് വിൽപ്പന നടത്താൻ പറ്റും, അത് മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ ഡിസിഷൻ മാത്രമേ ഓരോ കമ്പനിക്കും, ഓരോ PCM കമ്പനിക്കും ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ബയർ ടേക്സ് ദ മാർക്കറ്റ് പ്രൈസ് ആസ് ഗിവൺ മെയിൻ മേക്കിംഗ്. ഇനി എവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞ പ്രൈസ് ഹോമോജീനിയസ് ആണ്, ഒരേ പ്രൈസ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് മേടിച്ചാലും അവിടെ നിന്ന് മേടിച്ചാലും ക്വാളിറ്റി ഒന്നാണെങ്കിൽ ഒരേ വിധത്തിലുള്ള വില ആയിരിക്കുകയും ചെയ്യും. അപ്പോ പ്രൈസിങ് ഡിസിഷൻസോ അല്ലെങ്കിൽ പർച്ചേസ് ഡിസിഷൻസോ മാത്രമേ നമ്മൾക്ക് എന്തുമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്നോ എന്തുമാത്രം വിൽക്കണമെന്നോ അല്ലെങ്കിൽ എന്തുമാത്രം സാധനങ്ങൾ നമ്മൾ മേടിക്കണമെന്ന് മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. വിലയുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവുമില്ല. Then second characteristics, the firm, and third character, the firm produces homogeneous products. അത് കൺസ്യൂമേഴ്സ് ആർ പെർഫെക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൈസസ്. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. വെറുതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയും വെറുതെ സമയം പോകും. ഇനി ലോവസ്റ്റ് പ്രൈസ് ഡിമാൻഡഡ് ബൈ വൺ ഫേം വിൽ ബിക്കം ദ മാർക്കറ്റ്. ഏറ്റവും താഴ്ന്ന വില ആരാണ് മേടിക്കുന്നത്? കാരണം ഇൻഡസ്ട്രിയാണ്. ഇനി ആദ്യമായിട്ട് ഞാൻ പറയാണ്, ഒരു ധാരാളം കമ്പനികൾ കൂടി കൂടിയതാണ് ഒരു ഇൻഡസ്ട്രി. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആ ഇൻഡസ്ട്രിയാണ് വില നിശ്ചയിക്കുന്നത്. ആ ഇൻഡസ്ട്രി തീരുമാനിക്കുന്ന വിലയ്ക്ക് അതിന്റെ കീഴിലുള്ള ഒരു കമ്പനിക്ക് എന്തുമാത്രം വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം. ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള തീരുമാനം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. വില ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്കില്ല. അപ്പോ ഇൻഡസ്ട്രി, ഒരു കമ്പനിയെ, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന് ഒരു കമ്പനി എന്ന് പറയും. എത്രയോ കമ്പനികളുണ്ട്. ഈ കമ്പനികളെല്ലാം കൂടെ കൂടിയതാണ് ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയാണ് ഒരു വസ്തു എത്ര രൂപക്ക് വിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്. ആ വില പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ആ വില അക്സെപ്റ്റ് ചെയ്യണം. ആ വില കൺസ്യൂമേഴ്സ് അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ കൺസ്യൂമേഴ്സിനോ പ്രൊഡ്യൂസേഴ്സിനോ യാതൊരു കാരണവശാലും വിലയിൽ വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കുകയില്ല. അടുത്തത്, that the lowest price demanded by the firm will become the market price. ഏത് ഫേമാണ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഈടാക്കുന്നത് അതായിരിക്കും സ്റ്റാൻഡർഡൈസ്ഡ് പ്രൈസ്. ആൻഡ് എല്ലാ കമ്പനികളും ആ വിലയ്ക്ക് വിൽക്കാൻ നിർബന്ധിതരാം. കാരണം ഹോമോജീനിയസ് ആണ്, ഒരേപോലത്തെ പ്രൊഡക്റ്റ് ആണ്.
അതിനെക്കാട്ടിയും കൂടുതൽ വിറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഈ കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് അതിനെക്കാട്ടി വില കുറച്ച് ഒരേ സാധനം എനിക്ക് വില കുറച്ച് കിട്ടും. അപ്പോൾ ഞാൻ പോയി അവിടെ പോയി മേടിക്കും. അപ്പോൾ വില കൂടി വിൽക്കാനായിട്ട് ഏതെങ്കിലും ഒരു സെല്ലർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പല കൺസ്യൂമേഴ്സും അദ്ദേഹത്തിന് വിട്ടുപോയി കളയും. വില കുറച്ച് വിറ്റിട്ടുണ്ടെങ്കിലോ അയാൾക്ക് ഭീമമായിട്ട് നഷ്ടം സംഭവിക്കുകയും ചെയ്യും. അപ്പൊ മാർക്കറ്റ് ഇൻഡസ്ട്രി തീരുമാനിച്ചിരിക്കുന്ന വില അത് പ്രൊഡ്യൂസേഴ്സും സെല്ലേഴ്സും പിന്നെ ഉപഭോക്താക്കളും അത് അക്സെപ്റ്റ് ചെയ്യാൻ ബാധകമാണ്. ഇനി റിയൽ വേൾഡിൽ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെയുള്ള ഒരു വിപണി കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും നമ്മൾക്ക് മനസ്സിലായോ, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് they have choice from which trader to buy the currency. The fourth characteristic is industry is free entry and exit. എന്താണ് അത് പറഞ്ഞത്? ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് മീൻസ് ആർക്ക് വേണമെങ്കിലും ലാഭമാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രവേശിക്കും, ബിസിനസ് ചെയ്തിട്ട് നഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ വിട്ടുപോരും. ആർക്കും എന്നെ നിർബന്ധിച്ച് ബിസിനസ്സിൽ പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല. ലാഭമാണെന്ന് തോന്നിയാൽ ഞാൻ ബിസിനസ് ചെയ്യും, നഷ്ടമാണെന്ന് തോന്നിയാൽ ഞാൻ ബിസിനസ് ചെയ്യുകയുമില്ല. ഇനി റിയൽ വേൾഡിൽ ഇതുപോലത്തെ ഉള്ള ഈ വിപണി കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നമ്മൾക്ക് ചില എക്സാമ്പിൾസ് ഉണ്ട്. ഹോമോജീനിയസ് പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന ചില വിപണികളുണ്ട്. ഒന്ന് നമുക്കറിയാം ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശ നാണയ വിപണി. അത് ഹോമോജീനിയസ് ആണ്. മനസ്സിലായോ? ധാരാളം ട്രേഡേഴ്സ് ഉണ്ട്. അപ്പൊ സെല്ലേഴ്സിനും ബയേഴ്സിനും ഏത് ട്രേഡേഴ്സിന് വേണമെങ്കിലും ചെന്ന് മേടിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. കാരണം എന്താണ്? എല്ലായിടത്തും ഒരേ ടൈപ്പിലുള്ള വിലയായിരിക്കും, വിനിമയ ചാർജ് ആയിരിക്കും. അവർ ഡോളറിന് ഇത്ര രൂപ, പൗണ്ടിന് ഇത്ര രൂപ, യെന്നിന് ഇത്ര രൂപ. കാരണം എന്താണ്? ഗുഡ്സ് ഹോമോജീനിയസ് ആണ്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ അഗ്രികൾച്ചർ മാർക്കറ്റ്. നമുക്കറിയാം കൃഷിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഒരേപോലത്തെയാണ്. മനസ്സിലായോ? ഇച്ചിരി വ്യത്യാസം അത് നമ്മൾ അടുത്ത മാർക്കറ്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ റൈസ്, ഒരേപോലത്തെ റൈസ്, അത് വെജിറ്റബിൾസ്, അതും ദർ ആർ സെവറൽ ഫാമേഴ്സ്. ഇവരെല്ലാം ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് വിപണിയിൽ വിൽക്കുന്നത്. അതുപോലെ തന്നെ ഇത് മേടിക്കാനായിട്ട് ധാരാളം ഉപഭോക്താക്കളുണ്ട്. ഇനി മൂന്നാമത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യും. ലോകത്തിന്റെ ഏത് രാജ്യങ്ങളിലും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ സാധനം എത്തിച്ചു തരും. മേ ബി യു ഹാവ് ടു വെയിറ്റ് ഫോർ 1 week, കാരണം ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിസ്റ്റൻസ്. അപ്പൊ ഇന്നിപ്പോൾ ഇന്റർനെറ്റ് മാർക്കറ്റ്, മനസ്സിലായി, ഇന്റർനെറ്റ് മാർക്കറ്റ് ഹാസ് ഡെവലപ്ഡ് ലൈക്ക് എനിത്തിങ്. നമുക്കറിയാം ഇന്റർനെറ്റ് ഹാസ് മെയ്ഡ് മെനി മാർക്കറ്റ്സ് ക്ലോസർ ടു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും കടയിൽ പോകണ്ട, ജസ്റ്റ് സെർച്ച് ഇൻ ദ ഗൂഗിൾ ആൻഡ് സേ ദാറ്റ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വി വിൽ കമ്പയർ ദ പ്രൈസ്. ഇതെല്ലാം ചെയ്യും. എന്നിട്ട് നമ്മൾ ലോവസ്റ്റ് പ്രൈസിന് നമ്മൾ മേടിക്കുകയും ചെയ്യും. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഇന്റർനെറ്റ് ബേസ്ഡ് മാർക്കറ്റ്. ഇനി ഫേം ആസ് എ പ്രൈസ് ടേക്കർ ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഞാൻ പറഞ്ഞു ഒരു ഉൽപാദന യൂണിറ്റിന് വില നിശ്ചയിക്കാനായിട്ടുള്ള അവകാശമില്ല. വില നിശ്ചയിക്കാനുള്ള അവകാശം ഇൻഡസ്ട്രീസ്, ഡയഗ്രാം നോക്കിയേ, ഇൻഡസ്ട്രീസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ്. ഇതാണിത് മാർക്കറ്റ് ഫോഴ്സസ്. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് പഠിക്കുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ദീസ് ആർ ദ 2 മാർക്കറ്റ് ഫോഴ്സസ്. ഈ 2 മാർക്കറ്റ് ഫോഴ്സസ് ഒരു ഇൻഡസ്ട്രി അതിന്റെ ഒരു വസ്തുവിന്റെ വില നിശ്ചയിക്കും. ആ വിലയ്ക്ക് നോക്കിയേ, ഫേംസിന്റെ ഡിമാൻഡ് നോക്കിയേ, ഇൻഫിനിറ്റ് ആണ്. എന്തുമാത്രം വേണമെങ്കിലും ആ വിലക്ക് ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ സപ്ലൈ ചെയ്യാൻ തയ്യാറാൾക്ക്, വിൽക്കാൻ തയ്യാറാവുന്ന ആളുകൾക്ക് എന്തുമാത്രം വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ. സ്കൈ ഈസ് ദ ലിമിറ്റ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. സ്കൈ ഈസ് ദ ലിമിറ്റ്. നേരെ മറിച്ച് ഈ വില എനിക്ക് സ്വീകാര്യമല്ല എന്നാൽ യു ഡോണ്ട് പ്രൊഡ്യൂസ്. ഇൻഡസ്ട്രി തീരുമാനിക്കും. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? വില നിശ്ചയിക്കുന്നത് ഇൻഡസ്ട്രിയാണ്. നേരെ മറിച്ച് ഫേംസ് ആരാണ്? ഫേംസ് ആർ, മറക്കരുത്, ഫേംസ് ആർ പ്രൈസ് ടേക്കേഴ്സ്. ഫേംസ് ആർ പ്രൈസ് ടേക്കേഴ്സ്. ആരാണ് പ്രൈസ് മേക്ക് ചെയ്യുന്നത്? പ്രൈസ് മേക്ക് ചെയ്യുന്നത് ഇൻഡസ്ട്രിയാണ്. നോക്കിയേ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇന്റർസെറ്റിംഗ് അറ്റ് എ പോയിന്റ് ആൻഡ് P is the price, and at that price AR,
AR മീൻസ് ആവറേജ് റവന്യൂ. ആവറേജ് റവന്യൂ മീൻസ് ശരാശരി വരുമാനം. ഒരു വസ്തുവിന്റെ ശരാശരി വരുമാനത്തിന് അതിനെ പറഞ്ഞാൽ അതിന്റെ വില. മാർജിനൽ റവന്യൂ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി ബാക്കി 3 മാർക്കറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങളുടെ മനസ്സിലിരിക്കണം. എന്തുകൊണ്ടാണ് ഇവിടെ ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് D ഈസ് ഈക്വൽ ടു AR ഈസ് ഈക്വൽ ടു MR? അതിന്റെ അർത്ഥം എന്താണ്? AR ആവറേജ് റവന്യൂ കർവും മാർജിനൽ റവന്യൂ കർവും ഒന്ന് തന്നെയാണ്. പാരലൽ ടു ദി X ആക്സിസ് or it is horizontal to the X axis. എന്തുകൊണ്ടാണ് രണ്ടും AR പറയുന്നത്? കാരണം അടുത്തതിന് ചെല്ലുമ്പോൾ AR കർവ് വേറെ ആയിരിക്കും, MR കർവ് വേറെ ആയിരിക്കും. ഇവിടെ അതല്ല, പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് PCM മാർക്കറ്റിൽ നമ്മൾ പറയുന്നത് ഡിമാൻഡ് കർവും ആവറേജ് റവന്യൂ കർവും മാർജിനൽ റവന്യൂ കർവും ഒന്ന് തന്നെയാണ്, ഒരേ ലൈനാണ്. ദാറ്റ് ഈസ് ദ ഡിമാൻഡ് കർവ്. മനസ്സിലായോ? അപ്പൊ വീണ്ടും പറയാം, ഇൻഡസ്ട്രി പ്രൈസ് നിശ്ചയിക്കും ബേസ്ഡ് ഓൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, 2 മാർക്കറ്റ് ഫോഴ്സസ്. ആ വില സ്വീകാര്യമാണെങ്കിൽ കമ്പനി കണ്ട ഫേംസ് ഡിമാൻഡ്, ആ കമ്പനികൾക്ക് എന്തുമാത്രം വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം, വിറ്റഴിക്കുകയും ചെയ്യാം. മറക്കരുത്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ AR കർവും MR കർവും ഒന്ന് തന്നെയാണ്. കാരണം എന്താണ്? ഹോമോജീനിയസ് പ്രൊഡക്ട്സ് ആണ്, ഒരേ വില. അതുകൊണ്ടാണ് രണ്ടും ഒരേ ലൈൻ തന്നെയാണ്. ഡിമാൻഡ് കർവ് ഇറ്റ് ഈസ് വൺ ആൻഡ് ദ സെയിം തിങ്. മറക്കരുത്, ഞാൻ പറഞ്ഞില്ല. അടുത്ത വർഷം ചെല്ലുമ്പോൾ ഡിമാൻഡ് കർവ് വേറെ, മാർജിനൽ റവന്യൂ കർവ് വേറെ ആയിരിക്കും. ഇത് ഡിമാൻഡ് കർവും പിന്നെ ആവറേജ് റവന്യൂ കർവും മാർജിനൽ കർവും എന്തുകൊണ്ടാണ് ഒന്ന് തന്നെ ആയിരിക്കുന്നത്? കാരണം പ്രൊഡക്ട്സ് ആർ ഹോമോജീനിയസ് ആൻഡ് പ്രൈസ് ഈസ് യൂണിഫോം. ഒരേ വില, ഒരേ വസ്തു. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇൻഡസ്ട്രി ഡിമാൻഡ് കർവ്. ഇത് എഴുതുന്നത് നോക്കിയേ, the price will be the same. The horizontal demand curve is also the average demand curve. Excuse me. അപ്പോൾ നമ്മൾ ഡിമാൻഡ് കർവ് ഉണ്ട്. P is equal to average revenue AR, that is equal to MR, marginal revenue. ഇനി അടുത്തത് സപ്ലൈ കർവ്. ഇപ്പൊ നമ്മൾ ഡിമാൻഡ് കർവ് ഉണ്ട്, ഇനി സപ്ലൈ കർവ് ഓഫ് എ ഫാം. Supply curve, it would be necessary to look into the profit maximizing behavior of the price taker. ആരാണ് പ്രൈസ് ടേക്കർ? PCM farm, perfectly competitive market farm. ടോട്ടൽ റവന്യൂ, ഇതിനകത്ത് ഇപ്പൊ ഞാൻ വരച്ച് വെച്ചേക്കുന്നതിൽ ഒരു തെറ്റുണ്ട്. അത് ആ സെറ്റ് നിങ്ങളുടെ ബുക്കിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്, ബുക്കിന്റെ തെറ്റാണ്. അപ്പൊ ടോട്ടൽ റവന്യൂ, കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഫോർ എ പ്രൈസ് ടേക്കിംഗ് റോസ് പ്രൊഡ്യൂസിംഗ് പ്രൊഡ്യൂസർ ഫാം. റോസ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആദ്യത്തേനകത്ത് ക്വാണ്ടിറ്റി 0, ടോട്ടൽ റവന്യൂ 0, ടോട്ടൽ കോസ്റ്റ് 0, പ്രോഫിറ്റ് 0. ഓക്കെ. രണ്ടാമത്തേത് 60 റോസ് ഫ്ലവർ ഉൽപ്പാദിപ്പിക്കുന്നു. ടോട്ടൽ റവന്യൂ 1 രൂപയാണെങ്കിൽ ടോട്ടൽ റവന്യൂ 60 കിട്ടും. ടോട്ടൽ കോസ്റ്റ് 95 ഇവിടെ ഇട്ടിരിക്കുന്നത്, പ്രോഫിറ്റ് 35. അത് തെറ്റാണ്, -35 ഉണ്ട്. ചെലവ് TC, ടോട്ടൽ കോസ്റ്റ് 95, ടോട്ടൽ റവന്യൂ വരുമാനം 60, അപ്പോ പ്രോഫിറ്റ് -35 ആണ്. അതുപോലെ തന്നെ 120. ഓക്കെ, ക്വാണ്ടിറ്റി 120 വേണം, 120 റോസസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ടോട്ടൽ റവന്യൂ 120 കിട്ടി, കാരണം ഒരു റോസിന്റെ വില 1 രൂപയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് 140 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ടോട്ടൽ റവന്യൂല് മനസ്സിലായോ? അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? അപ്പൊ പ്രോഫിറ്റ് എത്രയാണ്? 20. അവിടെ -20 ഇടണം. 140 മൈനസ് 120, ദാറ്റ് വിൽ ഗീവ് യു 20. മൈനസ് ഇടണം. ഇതേപോലെ തന്നെ അങ്ങനെ തന്നെ പകർത്തി വെക്കരുത്. ബുക്കുള്ളവരോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ ബുക്കിൽ നിന്ന് എടുത്തിരിക്കുന്ന ടേബിളാണ്. അപ്പൊ അത് രണ്ടും, ആദ്യത്തെ രണ്ടും മൈനസ് ആണ്. 180 ടോട്ടൽ റവന്യൂ 180 മൈനസ് 185 ടോട്ടൽ കോസ്റ്റ്. റവന്യൂ ആണ് കൂടുതൽ, മനസ്സിലായോ? വരുമാനമാണ് കൂടുതൽ, ചെലവ് കുറവാണ്. അപ്പൊ 25 രൂപ പ്രോഫിറ്റ് കിട്ടുന്നു. 240
240, 170. അപ്പോൾ നമുക്ക് എത്രയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്? 240 മൈനസ് 170 70 കിട്ടും. നോക്കിയേ, 300 ടോട്ടൽ റവന്യൂ 300, ടോട്ടൽ കോസ്റ്റ് 210, പിന്നെ നമുക്ക് വരുന്നത് 90 രൂപയാണ് പ്രോഫിറ്റ്. നോക്കിയേ, 300 റോസ് ഫ്ലവർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ടോട്ടൽ റവന്യൂ നമുക്ക് 300 കിട്ടുന്നു, ടോട്ടൽ കോസ്റ്റ് 210 കിട്ടുന്നു. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ഈ 300 ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ദാറ്റ് മീൻസ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അവിടെ എത്തിക്കഴിഞ്ഞു. ഇനിയും നമ്മൾ റോസ് ഫ്ലവർ മേടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 360 തന്നെ മേടിക്കണേയാണ്. ടോട്ടൽ റവന്യൂ 360ആയി. മനസ്സിലായോ? നമുക്ക് കിട്ടുന്ന ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 300. കോസ്റ്റ് കൂടി വരികയാണ്. ആദ്യത്തെ നമുക്ക് കോസ്റ്റിലുണ്ടായ കുറവുകളൊക്കെ അങ്ങോട്ട് സംഭവിച്ചു പോയി, ഇത് പോയി. ടോട്ടൽ കോസ്റ്റ് എത്രയാണ് ഇപ്പൊ? 210 നിന്ന് 300ആയി. ദെർഫോർ ടോട്ടൽ റവന്യൂ 360, ടോട്ടൽ കോസ്റ്റ് 300. നമ്മുടെ കിട്ടുന്ന ലാഭം 90ൽ നിന്ന് 60ആയി. വീണ്ടും നമ്മൾ ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ഗണ്യമായിട്ട് വീണ്ടും 40 രൂപയായിട്ട് കുറഞ്ഞു വരികയും ചെയ്യും. ഇതാണ് നമ്മളുടെ കോസ്റ്റ് കർവ്സ് നമ്മൾക്ക് പറയുന്നത്. ഓക്കെ, TR സ്ട്രെയിറ്റ് ലൈനാണ്, ടോട്ടൽ റവന്യൂ കർവ്. TC ടോട്ടൽ കോസ്റ്റ് കർവ്. താഴെ വരച്ചിരിക്കുന്ന ദിസ് ഈസ് MR കർവ്. താഴേക്ക് നമ്മൾ പിന്നെ ലോസ് ഓഫ് റിട്ടേൺസിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്, MC കർവ്, MR കർവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതിനകത്ത് നോക്കിയ ഇനീഷ്യൽ സ്റ്റേജിൽ കോസ്റ്റ് കൂടുതലാണ്. പറഞ്ഞ ഉദാഹരണം ഓർക്കുന്നുണ്ട്, ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യണമെങ്കിലും ഒരു ടൈപ്പിസ്റ്റ് വേണം, ഒരു ടൈപ്പ് റൈറ്റർ വേണം, മറ്റു എല്ലാ സൗകര്യങ്ങളും വേണം. അത് 10 ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം തിങ്. ഒരാൾക്ക് മാത്രം ശമ്പളവും മറ്റു സാധനങ്ങളെ കൊടുത്തേച്ചാൽ മതി. അപ്പൊ അത് പരമാവധി എത്തുന്നത് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂയും മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് പരമാവധി ടോട്ടൽ കോസ്റ്റ് വർദ്ധിക്കുന്നത്, രണ്ടും ഇതായിരുന്നത്. ഇനി വൺസ് ഇറ്റ് ഇന്റർസെക്ട്സ് ഈച്ച് അതർ, ടോട്ടൽ TR കർവും TC കർവും ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുശേഷം പിന്നെ കോസ്റ്റ് കുറഞ്ഞു വരികയാണ്. മനസ്സിലായോ? കൂടുതൽ ലെറ്റർ ടൈപ്പ് ചെയ്യുന്തോറും അവർക്ക് കോസ്റ്റ് കുറഞ്ഞു വരികയാണ്, റവന്യൂ ഗണ്യമായിട്ട് വർദ്ധിച്ചു പോവുകയും ചെയ്യും. നേരെ മറിച്ച് MR കർവ് ഇനീഷ്യൽ സ്റ്റേജിൽ മാർജിനൽ റവന്യൂ അല്ലെങ്കിൽ ആവറേജ് റവന്യൂ രണ്ടും ഒന്ന് തന്നെ എന്ന് പറഞ്ഞു. ഇത് ആദ്യം മാർജിനൽ റവന്യൂ കുറവാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ നോ പ്രൊഡക്ഷനുള്ള സമയത്ത് നമുക്ക് മാർജിനൽ റവന്യൂ ഒന്നുമില്ല. അതിനുശേഷം പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് മാർജിനൽ റവന്യൂ കൂടും. പരമാവധി TR കർവ് മാക്സിമത്തിൽ എത്തുമ്പോൾ നമ്മൾക്ക് MR കർവ് മാക്സിമത്തിൽ എത്തും. അതിനുശേഷം വീണ്ടും 300 ശേഷം വീണ്ടും നമ്മൾ ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് കുറഞ്ഞു വരും. 60ആയി, 20ആയി. അതാണ് നമ്മളുടെ ആ പേരില്ലാത്ത അത് MR കർവ് കാണിക്കുന്നത്. നിങ്ങളുടെ ഡയഗ്രാമിൽ MR കർവ് കാണിക്കുന്നത്. ഇനി എപ്പോഴാണ് ഒരു കമ്പനി ഏത് പോയിന്റിലാണ് അവര് പിന്നെ പ്രൊഡക്ഷൻ നിർത്തുന്നത്? നോക്കിയേ, MCയും MRും, a firm is in equilibrium at the point at which MC is equal to MR. 8ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ ഡയഗ്രാം നോക്കിയേ, B എന്ന് പറഞ്ഞ B കമ്പനി ഉൽപാദനം 60ൽ നിർത്തുന്നതാണ്. മനസ്സിലായോ? നമ്മൾ പറഞ്ഞ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ പോയിന്റ് B എന്ന് പറഞ്ഞ കമ്പനി എത്തിക്കഴിഞ്ഞു. കാരണം എന്താണ്? അറ്റ് 60 പ്രൊഡക്ഷൻ 60 എണ്ണം ഉൽപ്പാദിപ്പിക്കുമ്പോൾ മാർജിനൽ റവന്യൂ കർവും മാർജിനൽ കോസ്റ്റ് കർവും ഇവിടെ ഇന്റർസെക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അത് ലാഭമാണ്. ആ കിട്ടുന്ന ലാഭം നഷ്ടമല്ല, ലാഭമാണ്. പക്ഷെ അത് മിനിമം ലാഭമാണ്. കാര്യം എന്താണ്? 60ൽ നിന്നും 300ലേക്ക് നമ്മൾ പ്രൊഡക്ഷൻ വർദ്ധിക്കുമ്പോൾ
മാർജിനൽ കോസ്റ്റ് ശരാശരി ഒരു ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ ചെലവ് കുറഞ്ഞു വന്ന് അതിനുശേഷം വീണ്ടും ഉൽപാദനം വർദ്ധിച്ചിട്ടെങ്കിൽ 300 ആകുമ്പോൾ വീണ്ടും മാർജിനൽ കോസ്റ്റ് കൂടി വരും. അപ്പോൾ 2 മീറ്റിംഗ് പോയിന്റ് ഉണ്ട്, 2 ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ട്. ഒരു കമ്പനിക്ക്, ബി എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് 2 ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ട്. 60 ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലാഭം കിട്ടും, അത് മിനിമം ലാഭമാണ്. കാരണം 60 എന്ന് പറഞ്ഞ യൂണിറ്റിൽ MR കർവും MC കർവും രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യണം, ക്രോസ് ചെയ്യണം. And therefore they are getting profit but at a minimum point. ഇവിടെ വെച്ച് ആരും പ്രൊഡക്ഷൻ നിർത്തില്ല. പ്രൊഡ്യൂസറിന് അറിയാം ഇനിയും ഇപ്പൊ റൈറ്റ് ടൈമാണ്. ഇപ്പൊ വീണ്ടും ഉൽപാദനത്തിന്റെ തോത് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശരാശരി ഒരു വസ്തുവിന്റെ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് കുറച്ച് വരാം, മാർജിനൽ കോസ്റ്റ് കുറച്ച് വരാം. അങ്ങനെ ഇക്വിലിബ്രിയത്തിൽ 300 ആകുമ്പോൾ നമ്മൾ പറഞ്ഞു പരമാവധി ലാഭം കിട്ടുന്നത് 90 ലാഭം കിട്ടുന്നത് കഴിഞ്ഞ ഡയഗ്രാമിൽ. അപ്പൊ ദാറ്റ് ഈസ് ഓൾസോ മീറ്റിംഗ് പോയിന്റ്. MC = MR. അപ്പൊ BA സംബന്ധിച്ചിടത്തോളം 2 പ്രൊഡക്ഷൻ യൂണിറ്റുകൾ അവർക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഒന്ന് 60 സെലക്ട് ചെയ്യാം, കാരണം 60 MC കർവും MR കർവും ഒന്നിച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ലാഭം ഉണ്ടെങ്കിലും ലാഭം കുറച്ച് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് വീണ്ടും പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ച് 300 വരെ ചെല്ലുമ്പോൾ ലാഭത്തിന്റെ തോത് ഗണ്യമായിട്ട് വർദ്ധിക്കും. ദാറ്റ് ഈസ് ഓൾസോ അനദർ മീറ്റിംഗ് പോയിന്റ്. MC = MR. പക്ഷെ അതിനുശേഷം നമ്മൾ 300 എത്തിയതിനു ശേഷം വീണ്ടും ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? MC കർവ് വീണ്ടും മുകളിലേക്ക്, മാർജിനൽ കോസ്റ്റ് കർവ്, ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ചെലവ് വീണ്ടും ഗണ്യമായിട്ട് കൂടി വരും. അപ്പൊ നമുക്ക് നഷ്ടം വരും. അപ്പൊ MC കർവ് ഇറ്റ് ഈസ് എ U-shaped കർവാണ് നമ്മൾ പറയുന്നത്. ഇനി there are 2 maximization points under these conditions. അപ്പൊ എന്തായിരിക്കണം? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എങ്കിൽ ഒരു പ്രൈസ് ടേക്കിംഗ് ഫേമിന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വന്നെങ്കിൽ 2 പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഒന്ന് P = പ്രൈസ് = MC. ആദ്യത്തേൽ ശരിയാണ്, P = MC ആണ്, പ്രൈസ് = MC ആണ്. പക്ഷെ രണ്ടാമത്തെ പോയിന്റ് ഇല്ല. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? മനസ്സിലായോ? MC മസ്റ്റ് ബി ഇൻക്രീസിങ്. അവിടെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വന്നത്. ആദ്യത്തെ 60 ആദ്യത്തെ കണ്ടീഷൻ മാത്രമേ ഫുൾഫിൽ ചെയ്യുന്നുള്ളൂ, അപ്പൊ മാക്സിമൈ അല്ല. അപ്പൊ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ പ്രോഫിറ്റ് മാക്സിമൈസേഷന് 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് P = MC ആയിരിക്കണം, രണ്ടാമത് MC മസ്റ്റ് ബി റൈസിങ് ആയിരിക്കണം, റൈസിങ് പോർഷൻ ആയിരിക്കണം. The rising part of the MC curve reflects the firm's supply curve. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സപ്ലൈ കർവ് നമ്മൾ അതിനാണ് നമ്മൾ കോസ്റ്റ് കർവ്സ് വെച്ച് തുടങ്ങിയത്. അപ്പൊ MCയുടെ റൈസിംഗ് പാർട്ടിനാണ് നമ്മൾ പറയുന്നത് the supply curve is sloping upwards from left to right. അപ്പൊ MCയുടെ റൈസിംഗ് പാർട്ടാണ് നമ്മുടെ ഒരു ഫേമിന്റെ സപ്ലൈ കർവ്. ആൻഡ് the horizontal summation of the firm's supply curves will be the market sum. ഞാൻ പറഞ്ഞു ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല ഫേംസും കൂടി കൂടിയതാണ്. ആ ഫേംസ് അല്ല ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പല പല ഫേംസും കൂടെ കൂടിയതാണ്. അപ്പൊ ഈ എല്ലാ ഫേംസിന്റെയും കൂടെ ഹൊറിസോണ്ടൽ സമ്മേഷൻ, നോട്ട് വെർട്ടിക്കൽ സമ്മേഷൻ, ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ദ MC കർവ് വിൽ ബി ദ upward, it will be the supply curve or it will be an upward sloping curve. ഇനി ഡിമാൻഡ് കർവ് ആൻഡ് സപ്ലൈ കർവ് പല പല കാരണങ്ങൾ കൊണ്ട്. ലെറ്റ് us suppose that the original demand is OP. ആ സമയത്ത് നമ്മൾ QO നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ QO നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നു. ഡിമാൻഡ് കർവ് ഒറിജിനൽ ഡിമാൻഡ് കർവ് DO ആണ്. അത് ആ ഒറിജിനൽ ഡിമാൻഡ് ആൻഡ് ഒറിജിനൽ സപ്ലൈ കർവ് ഇറ്റ് മീറ്റ്സ് ദ പോയിന്റ് ആൻഡ് ദെയർഫോർ ഒറിജിനൽ ഡിമാൻഡ് കർവിൽ നമ്മൾ OPO വില ഉള്ളപ്പോൾ OQ നമ്മൾ മേടിക്കുന്നു. ഇനി ഏതെങ്കിലും കാരണവശാൽ ഡിമാൻഡ് വർദ്ധിക്കുകയെന്ന് വിചാരിക്കുക. ഓക്കെ, ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? വിലയിൽ അതനുസരിച്ച് വ്യത്യാസം വരും. വില P0 നിന്ന് P1 വില ഉയരും.
POയിൽ നിന്ന് P1ലേക്ക് ഉയരുമ്പോൾ അതനുസരിച്ച് തന്നെ ഫേംസിന്റെ ഡിമാൻഡ് കർവും എന്താണ് D1 ആയിട്ട് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോ D1, AR1 ആൻഡ് MR1 വിലയിലും വ്യത്യാസം വന്നു. AR1ൽ വ്യത്യാസം വന്നു, MR1ൽ വ്യത്യാസം വന്നു. അതനുസരിച്ച് ഏതെങ്കിലും കാരണവശാൽ ഒറിജിനൽ ഡിമാൻഡിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് POയിൽ നിന്ന് P2 ആയിട്ട് കുറയുകയും ചെയ്യും. അപ്പൊ അതനുസരിച്ച് ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ MC കർവിൽ അതനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. മാർജിനൽ കോസ്റ്റിൽ അതായത് ഡിമാൻഡ് കൂടിയിട്ടുണ്ടെങ്കിൽ മാർജിനൽ കോസ്റ്റിൽ വർധനവുണ്ടാവും. ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർജിനൽ കോസ്റ്റിൽ കുറവുണ്ടാവുകയും ചെയ്യും. മാർജിനൽ കോസ്റ്റിൽ വ്യത്യാസം വരുമ്പോൾ ഡിമാൻഡ് കർവിലും വ്യത്യാസം വരും, ആവറേജ് റവന്യൂ കർവിലും വ്യത്യാസം വരും, മാർജിനൽ റവന്യൂ കർവിലും വ്യത്യാസം വരും. AR കർവും MR കർവും ഡിമാൻഡ് കൂടുമ്പോൾ മുകളിലേക്ക് വർദ്ധിക്കും. അതേപോലെ തന്നെ AR കർവും MR കർവും ഡിമാൻഡ് കുറയുമ്പോൾ പിന്നെ താഴേക്ക് കുറയുകയും ചെയ്യും. അപ്പോൾ ഡിമാൻഡിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിൽ, മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കുക. മാർക്കറ്റ് ഡിമാൻഡിലും മാർക്കറ്റ് സപ്ലൈയിലും ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ ഫേംസിന്റെ ഡിമാൻഡിലും അതനുസരിച്ചുള്ള പ്രതികരണം ഫേംസിന്റെ ഡിമാൻഡ് കർവിലും വ്യത്യാസമുണ്ടാവും. കൂടിയിട്ടുണ്ടെങ്കിൽ MC കർവിൽ വർധനവ് വരും, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ MC കർവിൽ കുറവ് വരും. AR കർവിലും MR കർവിലും കൂടുതലോ കുറവോ വരും. എങ്ങനെയാണ്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ദെൻ പ്രൈസ് ടേക്കിംഗ് ഫേം. Okay, short term. Firm's short run total cost of producing a quantity of output is പ്രൈസ് ടേക്കിംഗ് ഫേമിന്റെ കോസ്റ്റ് സ്ട്രക്ചർ നമ്മൾ നോക്കിയ ഷോർട്ട് പീരിയഡിൽ ഒരു ഫേമിന്റെ ഇനി പറഞ്ഞു വരാൻ പോകുന്ന ഇതാണ്. ഷോർട്ട് ഫേമിൽ സാധാരണ ഒരു കമ്പനിക്ക് ലാഭം അബ്നോർമൽ പ്രോഫിറ്റ് ആണ് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പൊ അബ്നോർമൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ എന്നാൽ മാത്രമേ വിപണിയിലേക്ക് മറ്റ് ഉൽപാദകരും മറ്റ് സെല്ലേഴ്സ് മറ്റ് വിൽപ്പനക്കാരും വിപണിയിലോട്ട് പ്രവേശിക്കുള്ളൂ. മറ്റ് വിൽപ്പനക്കാർ വിപണിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സപ്ലൈ ഗണ്യമായിട്ട് വർദ്ധിക്കും. മനസ്സിലായോ? നേരത്തെ നമ്മളുടെ ആ മേഖലയിൽ ചിലപ്പോൾ 5 or 6 കച്ചവടക്കാരുണ്ടായുള്ളൂ, ഇപ്പൊ 15 പോയി. ഇപ്പൊ എല്ലാവരും സാധന സേവനങ്ങൾ അവര് കൈമാറ്റം നടത്തുന്നതാണ്. അപ്പോ സപ്ലൈ ഗണ്യമായിട്ട് വർദ്ധിക്കും. ഡിമാൻഡ് കൂടുമ്പോൾ അതനുസരിച്ച് വർദ്ധിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേം ഷോർട്ട് പീരീഡിൽ പിന്നെ ഫേം അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒരു ഫേം ദേ ആർ ലൈക്ലി ടു ഗെറ്റ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അട്രാക്റ്റഡ് ബൈ പ്രോഫിറ്റ് ആണ്. ഈ ലാഭം കൂടുതൽ കിട്ടാനായിട്ടുള്ള സാധ്യത ഉള്ള കാരണമാണ് വിപണിയിലേക്ക് മറ്റ് പിന്നെ വിൽപ്പനക്കാർ വിപണിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ മറ്റ് വിൽപ്പനക്കാർ വിപണിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യും? ലാഭത്തിന്റെ തോതിൽ സപ്ലൈ കൂടും. മറ്റു വിപണിക്കാർ വരുമ്പോൾ സപ്ലൈ കൂടും. സപ്ലൈ കൂടുമ്പോൾ സാധനത്തിന്റെ ലഭ്യത കൂടുമ്പോൾ അതിന്റെ പ്രൈസ് കുറച്ച് കൊടുത്താൽ മാത്രമേ കൂടുതൽ ആളുകൾ മേടിക്കുള്ളൂ. 1 കിലോയിന് പകരം 1.5 കിലോ മേടിക്കണോ? സാധനം വിപണിയിലുണ്ട്, എനിക്ക് പ്രൈസ് കുറച്ച് തരണം. വീണ്ടും എനിക്ക് പ്രൈസ് കുറച്ച് തന്നാൽ ഞാൻ ചിലപ്പോൾ 1 കിലോത്തിന് പകരം 2 കിലോ മേടിക്കാം, അല്ലെങ്കിൽ 1.5 കിലോ മേടിക്കാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രൈസസ്. അപ്പൊ ഷോർട്ട് റൺ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഏതൊക്കെയാണ്? STC ഷോർട്ട് റൺ ടോട്ടൽ കോസ്റ്റ് ഓഫ് എ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ആദ്യത്തേത് സങ്ക് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് നോൺ സങ്ക് ഫിക്സഡ് കോസ്റ്റ്. എന്താണ് സങ്ക് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം, എന്താണ് നോൺ സങ്ക് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. പ്ലസ് TVC ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ദെൻ 3 തരത്തിലുള്ള കോസ്റ്റുകളാണ് ഒരു കമ്പനിക്ക് ഇതനുസരിച്ച് ഉണ്ടാകുന്നത്. TVC represents the total variable cost. ടോട്ടൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മെറ്റീരിയൽസ് വേണം. മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്. കോസ്റ്റ് ഓഫ് സർട്ടൻ കൈൻഡ്സ് ഓഫ് ലേബർ, ഫാക്ടറി ലേബർ, കാഷ്വൽ ലേബറേഴ്സ്, ഇവരൊക്കെ മേടിക്കണം. ഇലക്ട്രിസിറ്റി അതനുസരിച്ച് കൂടുതൽ ചെലവാകും.
ടെലിഫോൺ ബില്ല് അതനുസരിച്ച് കൂടുതൽ ചിലവാം. കാഷ്വൽ ലേബേഴ്സ് ചിലപ്പോൾ നമ്മൾ എടുക്കണം. അപ്പോൾ SFC റെപ്രസെന്റ്സ് ദ സങ്ക് ഫിക്സഡ് കോസ്റ്റ്. ഈ സങ്ക് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ആൻഡ് a firm cannot avoid even if it temporarily suspends operation and produces zero output. ഒരു കമ്പനി കുറെ ഇൻസ്ട്രുമെന്റ്സും മെഷീൻസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഹൈലി മെക്കനൈസ്ഡ് മെഷീനറി എല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ കാരണം കൊണ്ട്, സുനാമി കാരണമോ അല്ലെങ്കിൽ കൊറോണ കാരണമോ തൊഴിലാളികളുടെ സമരം കാരണമോ പെട്ടെന്ന് പ്രൊഡക്ഷൻ നിർത്തിവെച്ചു. പക്ഷെ ഈ സങ്ക് കോസ്റ്റ് അവർ നേരത്തെ അത് ചെലവാക്കിയേക്കുന്ന തുകയാണ്. therefore they are not irrevocable. അവര് തിരിച്ചു പിടിക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. സങ്ക് കോസ്റ്റ് they are unavoidable cost. മാനേജ്മെന്റ്, കമ്പനിയുടെ കെട്ടിടം, മെഷീനറി, ഇതെല്ലാം സങ്ക് കോസ്റ്റ് ആണ്. ഒരു കമ്പനി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ചെലവാകിയ പണമാണ്. അപ്പോൾ അതൊന്നും അവർക്ക് വലിയ കാര്യമായിട്ട് അവർക്കൊന്നും കുറവ് വരുത്താൻ പറ്റില്ല. ഇനി നോൺ സങ്ക് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. അതെന്താണത്? It must be incurred if the firm is to produce any output, raw materials. അതാണ് നോൺ സങ്ക് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് if the firm produces no output, ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ ഇതിന് ഒരു ചെലവും വഹിക്കണ്ട. മറ്റങ്ങനെയല്ല, ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. സങ്ക് കോസ്റ്റിന്, സങ്ക് ക്യാപിറ്റലിന് അല്ലെ സങ്ക് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം. കെട്ടിടമൊക്കെ നമുക്ക് ഇടിച്ചു പൊളിച്ചുകൊണ്ട് പോകാൻ പറ്റൂല. നേരെ മറിച്ച് നോൺ സങ്ക് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. ഇത് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കമ്പനിക്ക് ചെലവാകുള്ളൂ, അല്ലെങ്കിൽ സെല്ലറിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് അത് ചെലവാകുകയും ചെയ്യുള്ളൂ. നോൺ സങ്ക് ഫിക്സഡ് കോസ്റ്റ് ആസ് വെൽ ആസ് വേരിയബിൾ കോസ്റ്റ് ആർ ഓൾസോ കോൾഡ്, they are often called avoidable cost. പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നോൺ സങ്ക് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് വഹിക്കേണ്ട ആവശ്യമുള്ളൂ. നേരെ മറിച്ച് സങ്ക് ഫിക്സഡ് കോസ്റ്റ് പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ, അതായത് ഫിക്സ്ഡ് കോസ്റ്റ്, ഈ സങ്കിന്റെ വീട് ഫിക്സ്ഡ് കോസ്റ്റ് കൊണ്ട്, വേരിയബിൾ കോസ്റ്റ് കൊണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ വഹിച്ചേ പറ്റൂ. കമ്പനി സമരമാണ്, തൽക്കാലത്തേക്ക് പൂട്ടി പോയിട്ടുണ്ടെങ്കിലും അത് വഹിച്ചേ പറ്റൂ. നേരെ മറിച്ച് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നോൺ സങ്ക് ഫിക്സഡ് കോസ്റ്റ് മീൻസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വഹിക്കേണ്ട ആവശ്യമുണ്ട്. ദെൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, ഫോം ഇൻ ദ ഷോർട്ട് റൺ ആൻഡ് ഇൻ ദ ലോങ് റൺ. ഞാൻ പറഞ്ഞു, സാധാരണഗതിയിൽ ഷോർട്ട് റൺ price and output, given that the profit is pi, total revenue of into quantity minus TC into quantity, which is the unit cost picture, corresponds to AR minus AC, average revenue minus average cost. ആദ്യത്തെ നോർമൽ പ്രോഫിറ്റ് എടുക്കുക. ഓക്കെ, നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവറേജ് റവന്യൂ കർവ്, മാർജിനൽ റവന്യൂ കർവ്, ഇതെല്ലാം പ്രൈസ് ലൈനാണ്. ആവറേജ് റവന്യൂ മീൻസ് ഒരെണ്ണം വിൽക്കുമ്പോഴുള്ള ചെലവാണ്, വരുമാനമാണ് ആവറേജ് റവന്യൂ. അതായത് ഒരെണ്ണം വിൽക്കുമ്പോൾ അതിന്റെ പ്രൈസ്. മാർജിനൽ റവന്യൂ രണ്ടും തുല്യമാണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത് പറയേണ്ട ആവശ്യമില്ല, കാരണം അഗൈൻ ഞാൻ പറഞ്ഞുതരാം, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്, യൂണിഫോം പ്രൈസ് ആണ്. Therefore, average cost curve, it is tangent to, just ടച്ച് ചെയ്യണേ. അപ്പോൾ അവർക്ക് കിട്ടുന്നത് നോർമൽ പ്രോഫിറ്റ്. ലാഭമില്ലെന്ന് പറയാൻ പറ്റില്ല. ലാഭമില്ലെങ്കിൽ നഷ്ടത്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ പലരും ഇട്ടെറിഞ്ഞിട്ട് പോകും. അപ്പോൾ ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും മീറ്റ് ചെയ്യുന്ന പോയിന്റിന് നമ്മുടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ a firm is getting only normal profit. സാധാ ലാഭം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞ കാര്യം അവർ ചെയ്തിരിക്കുന്നത്. ആവറേജ് കോസ്റ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ നോർമൽ പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ സിൻസ് ഇറ്റ് ഈസ് ടാൻജന്റ് ടു ദ AR കർവ് ആൻഡ് MR കർവ്, ആദ്യത്തെ ഫോമിന് നമുക്ക് കിട്ടുന്നത് എന്താണ്? AR ഈസ് ഈക്വൽ ടു AC, ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞു ആവറേജ് കോസ്റ്റിനകത്ത് ഈ സങ്ക് കോസ്റ്റും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയത് കാരണം ആവറേജ് കോസ്റ്റിനകത്ത് നോർമൽ പ്രോഫിറ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ നോക്കിക്കൊള്ളുക. ഓക്കെ, പ്രൈസ് എത്രയാണ്? പ്രൈസ് ഈസ് എന്തുമാത്രമുണ്ട്? പ്രൈസ് ഈസ് OP. ദാറ്റ് മീൻസ് ആവറേജ് റവന്യൂ കൂടുതലും ആവറേജ് കോസ്റ്റ് കുറവുമാണ്. അപ്പോൾ ഈ ഡബിൾ എഡ്ജ്ഡ് ആരോ ഉണ്ട്, അത്രയുമാണ് ഒരു വസ്തു വിൽക്കുമ്പോൾ അവർക്ക് ലാഭം കിട്ടുന്നത്. മനസ്സിലായോ? ഒരു വസ്തു വിൽക്കുമ്പോൾ ഈ ഡബിൾ എഡ്ജ്ഡ് ആരോ ഉണ്ട്, അത്രയുമാണ് അവർക്ക് ലാഭം കിട്ടുന്നത്. കാരണം എന്താണ്? പ്രൈസ് കൂടുതലാണ്, ആവറേജ് റവന്യൂ കൂടുതലാണ്.
മാർജിനൽ റവന്യൂ കൂടുതലാണ്. നേരെ മറിച്ച് ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് കോസ്റ്റ് കർവ് ഈസ് ടച്ചിങ് ദാറ്റ് ഈ ഡബിൾ ആരോന്റെ താഴത്തെ ആരോയാണ് ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റ് ഉള്ളത്. ശരാശരി കോസ്റ്റ് കുറവും ആവറേജ് റവന്യൂ കൂടുതലായത് കാരണം ലാഭത്തിന്റെ തോത് കൂടുതലാണ്. ദെർഫോർ ഏകദേശം ഈ ട്രയാങ്കിൾ ആയിരിക്കും ഒരു ഫേമിന് ഈ സ്ക്വയർ ആയിരിക്കും ഈ ഒരു ഫേമിന് യഥാർത്ഥത്തിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ അബ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ നോക്കിക്കോളുക, മൂന്നാമത്തത് ലോസ് ആണ്. ഡബിൾ എഡ്ജഡ് ആയിട്ടുള്ള ആവറേജ് കോസ്റ്റ് പ്രൈസ് ഇസ് വെരി ലോ, ആവറേജ് റവന്യൂ ഇസ് വെരി ലോ. ആവറേജ് കോസ്റ്റ് കൂടുതലാണ്, ആവറേജ് കോസ്റ്റ് ഇവിടെയാണ്, ആവറേജ് റവന്യൂ ഇവിടെയാണ്. ദെർഫോർ ഓരോ വസ്തു വിൽക്കുമ്പോഴും അവർക്ക് ഈ ഡബിൾ എഡ്ജഡ് ആയിട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ് അവർക്ക് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ലോസിലേക്ക് വരികയും ചെയ്യും. അപ്പൊ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ, വേർ ആവറേജ് കോസ്റ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡ്സ് നോർമൽ പ്രോഫിറ്റ്. രണ്ടാമത് അബ്നോർമൽ പ്രോഫിറ്റ്. അപ്പൊ ഷോർട്ട് ടേമിന് സാധാരണഗതിയിൽ അവർക്ക് അബ്നോർമൽ പ്രോഫിറ്റ് ആണ് ഒരു കമ്പനിക്ക് കിട്ടുന്നത്. ആ കമ്പനിക്ക് കിട്ടിയാൽ മാത്രമേ മറ്റ് കമ്പനികൾ അല്ലെങ്കിൽ മറ്റ് സെല്ലേഴ്സ്, സംഘാടകരോ മറ്റ് സെല്ലേഴ്സോ വിൽപ്പനക്കാരോ മേഖലയിട്ട് വരണമെങ്കിൽ അവർക്ക് ലാഭത്തിന്റെ തോത് അവർക്ക് അഷ്യൂർഡ് ആയിരിക്കണം. അപ്പൊ കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ സപ്ലൈ ഗണ്യമായിട്ട് വർദ്ധിക്കും. സപ്ലൈ കൂടുമ്പോൾ വില കുറച്ചാൽ മാത്രമേ ഉപഭോക്താക്കൾ കൂടുതൽ സാധനങ്ങൾ മേടിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ എക്സസ് ലാഭം ഇറ്റ് വിൽ ബി കോമ്പീറ്റിംഗ് അവേ. മനസ്സിലായോ? ദേ വിൽ വൈ വിത്ത് ഈച്ച് അതർ. എല്ലാവരും കൂടി മത്സരിച്ച് അബ്നോർമൽ ആയിട്ടുള്ള പ്രോഫിറ്റ് താഴേക്ക് കൊണ്ടുവന്ന് നോർമൽ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും പിന്നെ അവിടെ നിൽക്കും. കാരണം എന്താണ്, ഇതിപ്പോ നോർമൽ പ്രോഫിറ്റ് ആണ്. പ്രൊഡക്ഷൻ ഇനി കുറച്ചും കൂടെ കൂടുമ്പോൾ 60 നിന്ന് 300 ആകുമ്പോൾ നമുക്ക് മാക്സിമം ലാഭം കിട്ടും. അപ്പോൾ പലവരും അപ്പൊ തന്നെ അവർ ഷട്ട് ഡൗൺ ചെയ്യൂല, അപ്പൊ തന്നെ അവർ പോകില്ല, വിപണിയിൽ തന്നെ പിടിച്ചിരിക്കും ഓൺ ദ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷയിൽ. കാരണം എന്താണ്, അബ്നോർമൽ പ്രോഫിറ്റ് കിട്ടും എന്നല്ല, വീണ്ടും കൂടുതൽ ലാഭം കിട്ടും. 60-90 രൂപ നമുക്ക് ലാഭം കിട്ടും. നമ്മൾ ആ ഡയഗ്രാമത്തിൽ കണ്ട് 60 അല്ല, നമുക്ക് 90 രൂപ നമുക്ക് ലാഭം കിട്ടും എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഈ വിപണിയിൽ പിടിച്ചിരിക്കും. അപ്പൊ ലാഭം കിട്ടുമ്പോൾ എന്ത് ചെയ്യും, മറ്റു കമ്പനികളൊക്കെ വീണ്ടും പ്രവേശിക്കും, വീണ്ടും തിരിച്ച് നോർമൽ പ്രോഫിറ്റിലേക്ക് വരികയും ചെയ്യും. നോർമൽ പ്രോഫിറ്റ് when the market price equals average cost. ഓർക്കുന്നുണ്ടോ? when the market price P ആണ്, that is equal to average cost. What happens? The firm will be at a break-even point. It will enjoy normal. Break-even point means it will normal profit. വലിയ ലാഭമില്ല, വലിയ നഷ്ടവുമില്ല, അങ്ങനെ നോർമൽ പ്രോഫിറ്റ് വയ്ക്കും. അബ്നോർമൽ അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, മാർക്കറ്റ് പ്രൈസ് MR AR എല്ലാം is above average cost. ആവറേജ് കോസ്റ്റിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ആവറേജ് കോസ്റ്റ് ഇവിടെയാണ്, ആവറേജ് റവന്യൂ കർവ് ഇവിടെയാണ്. അപ്പോൾ പ്രൈസ് ആവറേജ് കോസ്റ്റിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടും. നേരെ മറിച്ച് ലോസ്, when the price is below the point on the average cost curve, the firm will operate at a loss as profit maximizing output results in average revenue below average cost. അപ്പോൾ AC പിന്നെ മാർക്കറ്റ് പ്രൈസ് ആവറേജ് കോസ്റ്റ് ആണെങ്കിൽ നമുക്ക് നോർമൽ പ്രോഫിറ്റ് കിട്ടും. മാർക്കറ്റ് പ്രൈസ് ആവറേജ് കോസ്റ്റിനെക്കാട്ടി കൂടുതലാണെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ നോർമൽ സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. നേരെ മറിച്ച് ആവറേജ് കോസ്റ്റിനെക്കാട്ടിയും പിന്നെ കുറവാണ് ആവറേജ് റവന്യൂ എങ്കിൽ നമുക്ക് ആ ഫേമിന് എന്തായിരിക്കും വരാൻ പോകുന്നത്, ആ ഫേമിന് നഷ്ടമായിരിക്കും വരാൻ പോകുന്നത്. ഇതാണ് ഇതിന്റെ കേസ്. ആവറേജ് കോസ്റ്റ് കൂടുതലാണ്, ആവറേജ് റവന്യൂ പ്രൈസ് ഇവിടെയാണ്, therefore it is running at a loss. ഇനി അടുത്തതാണ് ഷോർട്ട് റൺ അബ്നോർമൽ പ്രോഫിറ്റ്. നമുക്കറിയാം ഒറിജിനൽ പ്രൈസ് ഈസ് OPO. അപ്പൊ അവിടെ ആവറേജ് റവന്യൂ കർവ്, MR കർവ്, DO അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. Average cost curve is a U-shaped curve. MC cuts the average cost curve from below at its minimum. ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. Condition of equilibrium.
Average cost curve is U-shaped. Marginal cost curve will cut the average. താഴെ മാർജിനൽ കോസ്റ്റ് കർവ് AC കർവിന്റെ താഴെ നിന്ന് ഏറ്റവും മിനിമം പോയിന്റിൽ കൂടി കട്ട് ചെയ്തു പോകും. അതിനാണ് നമ്മൾ പറയുന്നത് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഇക്വിലിബ്രിയം പോയിന്റ് ഈസ് E2. ഇനി നമ്മൾ പറയാം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉള്ളത് കാരണം പറഞ്ഞു മനസ്സിലായോ, പലവരും ഈ മേഖലയിൽ കണ്ടിട്ട് പ്രവേശിച്ചതിന് ശേഷം കുറെ ആളുകൾ വീണ്ടും ഈ മേഖലയിൽ പ്രവേശിക്കുന്നത്. ദേ ആർ ഗെറ്റിംഗ് ന്യൂ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. മനസ്സിലായോ? കാരണം ആവറേജ് കോസ്റ്റ് ഇവിടെ വരെയുള്ളൂ, ആവറേജ് റവന്യൂ ഇവിടം വരെയാണ്. ആൻഡ് ദെർഫോർ ദേ ആർ ഗെറ്റിംഗ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ അട്രാക്റ്റഡ് ബൈ പ്രോഫിറ്റ് മെനി പീപ്പിൾ വിൽ എൻ്റർ ദ മാർക്കറ്റ്. അങ്ങനെ സപ്ലൈ ഗണ്യമായിട്ട് വർദ്ധിക്കും. അങ്ങനെ SO എന്ന സപ്ലൈ S1ലേക്ക് സപ്ലൈ വർദ്ധിക്കും. സപ്ലൈ വർദ്ധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മനസ്സിലായോ? കൂടുതൽ സാധനം വിറ്റഴിക്കണമെങ്കിൽ POയിൽ നിന്ന് P1ലേക്ക് പ്രൈസ് കുറക്കണം. POയിലേക്ക് പ്രൈസ് കുറക്കുമ്പോൾ നോക്കിയേ, ടാൻജൻസി ഓർക്കുന്നുണ്ട, നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത് എവിടെ വെച്ചാണ്? ഓക്കെ, ടാൻജൻസി ദേ ആർ ഗെറ്റിംഗ് ഓൺലി, ഇറ്റ് ഈസ് ടാൻജന്റ് ടു ദ മാർക്കർ ആൻഡ് therefore they are getting only normal profit. അപ്പൊ ആദ്യം PO വിലയുള്ളപ്പോൾ മനസ്സിലായോ, ദേ ആർ ഗെറ്റിംഗ് ഹ്യൂജ് പ്രോഫിറ്റ്സ്. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ് അവർക്ക് കിട്ടുന്നത്. പക്ഷെ പ്രോഫിറ്റ് അവർക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല. കാരണം പല ആളുകളും ഈ രംഗത്തേക്ക് പ്രവേശിക്കും. ഇപ്പൊ സോഡ ഉണ്ടാക്കുന്നത് നല്ല ലാഭകരമാണെന്ന് കണ്ട് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ചെയ്യണമെങ്കിൽ നിങ്ങളും പോയി സോഡ ഉൽപ്പാദിപ്പിക്കും. കാരണം എന്താണ്? വേറെ ബിസിനസ്സിന്റെ ഐഡിയ ഒന്നും ഇല്ല. അത് കാരണം അവനും നല്ല സുഭിക്ഷമായിട്ട് ജീവിക്കുന്നുണ്ട് സോഡ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്. അത് ഞാനും പോയി സോഡ ഉൽപ്പാദിപ്പിക്കാം. അടുത്ത കടയിൽ ചെന്ന് എത്ര രൂപയാണ് നിങ്ങൾക്ക് സോഡക്ക് വരുന്ന തരുന്നത്? 10 രൂപയ്ക്ക് അവരൊന്നും തരുന്നത്. ഓക്കെ, ഞാൻ 9 രൂപയ്ക്ക് തരാം. അപ്പൊ അടുത്ത പിറ്റേ ദിവസം അവൾ കൊണ്ടുപോയി സോഡ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആദ്യത്തെ ആള് സോഡ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പറയും, അയ്യോ എനിക്ക് വേണ്ട, കാരണം നിങ്ങളുടെ സോഡ എനിക്ക് വേണ്ട, കാരണം എനിക്ക് വേറെ ആൾ 9 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയും ശരി. അവസാനം രണ്ടുപേരും സോഡ കമ്പനികൾ രണ്ടുപേരും പൂട്ടും. കാരണം എന്താണ്? 8 രൂപക്ക് 6 രൂപക്ക് സോഡ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുതലാവൂല. അപ്പൊ എക്സസ് സപ്ലൈ വരുമ്പോൾ വില കുറക്കണം. നേരെ മറിച്ച് ആദ്യത്തെ ഒരാൾ മാത്രമേ സോഡ കൊടുക്കണ്ടെങ്കിൽ അയാൾ പറയുന്ന പൈസ കൊടുക്കും. ലാഭകരമാണെന്ന് കണ്ട സോഡ ബിസിനസ് ലാഭകരമാണെന്ന് കണ്ടപ്പോൾ ഈ സോഡ ബിസിനസ്സിലേക്ക് ധാരാളം ആളുകൾ പ്രവേശിച്ചു. സോഡയുടെ സപ്ലൈ ഗണ്യമായിട്ട് വർദ്ധിച്ചു. SOയിൽ നിന്ന് S1ലേക്ക് വർദ്ധിച്ചു. സപ്ലൈ കൂടിയപ്പോൾ വില കുറച്ചാലും മാത്രമേ ആളുകൾ ഡിമാൻഡ് ചെയ്യുള്ളൂ. അങ്ങനെ എന്ത് സംഭവിച്ചു? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഷോർട്ട് ടൈമിൽ നോർമൽ പ്രോഫിറ്റിലേക്ക് വരികയും ചെയ്തത്. ഇനി ലോസ് അതേപോലെ തന്നെ. ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ് us suppose that ആദ്യത്തത് OP ഇതാണ് വില, PO ആണ് ആദ്യത്തെ നമ്മളുടെ ഡിമാൻഡ് അല്ലെങ്കിൽ AR കർവ് അല്ലെങ്കിൽ MR കർവ്. നേരെ മറിച്ച് ഇവിടെ നോർമൽ പ്രോഫിറ്റ് AC curve is tangent to the AR curve and MR curve, and therefore they are getting normal profit. മനസ്സിലായോ? ഏതെങ്കിലും കാരണവശാൽ സപ്ലൈ ഗണ്യമായിട്ട് വർദ്ധിപ്പിച്ചു, സപ്ലൈ ചെലവില്ല, നോർമൽ പ്രോഫിറ്റ് ചെലവില്ല. സപ്ലൈ കർവ് SOയിൽ നിന്ന് S1ലേക്ക് കുറഞ്ഞു. സപ്ലൈ ഗണ്യമായിട്ട് കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആവറേജ് പ്രൈസ്, AR ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ ഇതെല്ലാം ഗണ്യമായിട്ട് മുകളിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നോർമൽ പ്രോഫിറ്റ് നോക്കിയേ, ഇവിടെയാണ് ആദ്യത്തേത് AC കർവിൽ. ആവറേജ് റവന്യൂ കർവ് താഴെയാണ്, ആവറേജ് കോസ്റ്റ് കർവ് ഇവിടെയാണ്. ഷോർട്ട് റണ്ണിൽ ഒരു PCM പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഈസ് റണ്ണിങ് അറ്റ് ലോസ്. വൈ? ബിക്കോസ് അറ്റ് ദിസ് പോയിന്റ് ആവറേജ് കോസ്റ്റ് കർവ് P എന്ന് പറഞ്ഞ സ്ഥലത്ത് ആവറേജ് കോസ്റ്റ് കർവ് ഇത്രയുമാണ്. നേരെ മറിച്ച് ആവറേജ് റവന്യൂ കർവ് ഇത്രയുള്ളൂ. നെർഫോർ നോക്കിയേ, ഡബിൾ എഡ്ജ്ഡ് ആരോയാണ് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള നഷ്ടം. അപ്പൊ ഷോർട്ട് റണ്ണിലായിട്ട് അവർക്ക് വേണമെങ്കിൽ റവന്യൂ ലോസിലും അവർക്ക് വേണമെങ്കിൽ കലാശിക്കുകയും ചെയ്യാം. ഇനി ലോങ് റൺ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് എ PC ഫാം. അപ്പൊ
A long-run PC firm's equilibrium occurs at a price at which supply equals demand and which have no incentives to. അപ്പോൾ equilibrium എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് ആർക്കും സെല്ലറിനോ ബയറിനോ പ്രവേശിക്കുന്ന മാറാനായിട്ട് യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ല. Each firm therefore maximizes its long-term profit with respect to output and planned. Each firm's economic profit is also zero. നോക്കിക്കോ, ഇത് നോക്കിക്കോ, മനസ്സിലായോ? Each one ഷോർട്ട് റൺ ആവറേജ്, ലോങ് ആവറേജ് കോസ്റ്റ് ഉണ്ട്, മാർജിനൽ കോസ്റ്റ് ഉണ്ട്. SMC മീൻസ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, MC മീൻസ് മാർജിനൽ കോസ്റ്റ്, SAC മീൻസ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, AC മീൻസ് ആവറേജ് കോസ്റ്റ്. ആൻഡ് all these are actually ആവറേജ് കോസ്റ്റിന്റെയും ആവറേജ് കോസ്റ്റും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിന്റെയും ഏറ്റവും താഴെ മിനിമം പോയിന്റിൽ കൂടിയാണ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവും അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് കർവും. So when market demand equals market supply, at the market price, market demand equals market supply, given the number of firms N and the individual firm supply, decisions are in RQ. In a long run equilibrium in a perfectly competitive market, the equilibrium price simultaneously equals long run marginal cost and long run average cost. Each firm produces at the bottom of its long run average cost curve. അപ്പോൾ അതിനകത്ത് ലോങ് റൺ ഇക്വിലിബ്രിയം ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ അവർ പറയുന്നത് ദ ഇക്വിലിബ്രിയം പ്രൈസ് സിമിൾട്ടേനിയസ്ലി ഈക്വൽസ്. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇക്വിലിബ്രിയം മീൻസ് ഒരു ചലനവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചലനവും പാടില്ല. അപ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് ഈക്വൽസ് ലോങ് റൺ മാർജിനൽ കോസ്റ്റും അതുപോലെ തന്നെ ലോങ് റൺ ആവറേജ് കോസ്റ്റും. ഇത് രണ്ടും കൂടി തുല്യത ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇക്വിലിബ്രിയം പ്രൈസ് ഓരോ ഫോം പ്രൊഡ്യൂസ് ചെയ്യുന്നതും പിന്നെ ഇക്വിലിബ്രിയം പ്രൈസിൽ എത്തുന്നതും. അപ്പോൾ ഇതിന്റെ കൺക്ലൂഷൻ എന്താണ്? ഒരു PC ഫോം ക്യാൻ മേക്ക് അബ്നോർമൽ പ്രോഫിറ്റ്സ് ഇൻ ദ ഷോർട്ട് റൺ. ഞാൻ ഇത് പറഞ്ഞ പോലെ പോയിന്റ് തന്നെ. പക്ഷെ ലോങ് റൺ ഇത് എൻട്രി ബാരിയേഴ്സ് ഇല്ലാത്തത് കാരണം മനസ്സിലായോ, പല പല കമ്പനികൾ ഇതിനകത്ത് പ്രവേശിക്കുകയും അതേപോലെ തന്നെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയും ലോവർ ദ മാർക്കറ്റ് പ്രൈസ് ഗണ്യമായിട്ട് കുറഞ്ഞു പോവുകയും ചെയ്യും. ദ ഫേം കനോട്ട് റൺ അറ്റ് എ ലോസ് ഇൻ ദ ലോങ് റൺ. ലോങ് റണ്ണിൽ അവർക്ക് ഇനി ഒരു പ്രതീക്ഷയില്ല. ലോങ് റണ്ണിൽ ഇനി പ്രതീക്ഷിക്കുന്നില്ല, ഇനി ലാഭം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വേണ്ട. മനസ്സിലായോ? ഷോർട്ട് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും അമിത ലാഭമില്ലെങ്കിലും അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ MC കർവ് ഇങ്ങനെ പറഞ്ഞില്ലേ, 60 കിട്ടിയിട്ടുണ്ട്, മിനിമം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നില്ല. ഇനിയും അവർ കൂടുതലായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. അങ്ങനെ പരമാവധി അവർ ലാഭത്തിൽ അവിടെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ 300 ഉൽപ്പാദിപ്പിച്ചപ്പോൾ അവർക്ക് പരമാവധി ലാഭം കിട്ടി. അതിനുശേഷം പിന്നെ 300 ശേഷം പിന്നെ വീണ്ടും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചപ്പോഴാണ് MC കർവ്, മാർജിനൽ കോസ്റ്റ് കർവ് വീണ്ടും മുകളിലേക്ക് പിന്നെ കോസ്റ്റ് കർവ് ഗണ്യമായിട്ട് വർദ്ധിച്ചു വരുന്നത്. അപ്പൊ ദ ഫേം കനോട്ട് റൺ അറ്റ് എ ലോസ്. തുടങ്ങിയ ചില കടകളൊക്കെ ഉണ്ട്, തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് നാളെ 1-2 മാസമൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ 3 മാസമൊക്കെ വെച്ചിട്ടിരിക്കും. അവസാനം അവരെന്ത് ചെയ്യും? ചിലപ്പോൾ അത് വിട്ടുകൊണ്ട് പോകും. കാരണം എന്താ, റെന്റ് കൊടുക്കാൻ പോലും പൈസ കിട്ടില്ല, തൊഴിലാളിക്ക് കൂലി കൊടുക്കാൻ പോലും ചിലപ്പോൾ പൈസ കിട്ടില്ല. ഇപ്പൊ ഷോർട്ട് ടൈമിൽ അധികം നാളെ അവർക്ക് നഷ്ടത്തിൽ പോകാനായിട്ട് ഇൻ ദ ലോങ് റൺ the firm cannot run at a loss in the long run, either since some firms will leave the market and supply will converge to a long run equilibrium, which allows the firms to normal profit. And once again, long run ഒരു പ്രോഫിറ്റ് ഒരു കമ്പനി കൂടുതലായിട്ട് പിന്നെ പോയിട്ടുണ്ടെങ്കിൽ, നഷ്ടത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പല കമ്പനികൾ അത് വിട്ടുപോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? സപ്ലൈ ഗണ്യമായിട്ട് കുറയും, ഡിമാൻഡ് അതനുസരിച്ച് കൂടും, പഴയ പോലെ നോർമൽ റേറ്റിലേക്ക് അതനുസരിച്ച് വരികയും ചെയ്യും. Therefore, the LR equilibrium level of output is thus